السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير قل يا أيها الناس إنما أنا لكم نذير مبين فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم والذين سعوا في آياتنا معجزين أولئك أصحاب الجحيم. صدق الله العلي العظيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമൊക്കെയും നമുക്ക് സൗകര്യപ്രദമായ വിധത്തിൽ ജീവിക്കുവാൻ പാകത്തിൽ സംവിധാനിച്ച് ഒരുക്കി തന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ അതേറ്റവും നല്ല രൂപത്തിൽ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അത് അനുസരിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പടച്ച റബ്ബിന് തൃപ്തിപ്പെട്ട വിധത്തിൽ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാന റബ്ബെ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ സ്വീകരിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ ഹജ്ജിലെ 45 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ സത്യവിശ്വാസികൾ അവിടെ വീണ്ടും വളരെ മോശമായ രൂപത്തിൽ പീഡനങ്ങളും അതിക്രമങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോൾ കാരുണ്യവാന റബ്ബ് അവർക്ക് തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ആയത്താണ് ഉണ്ടായിരുന്നത്. ആ തിരിച്ചടി നൽകുവാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കുള്ള അനുമതി ഇവർക്ക് നൽകുവാനുണ്ടായ സാഹചര്യം ഖുർആൻ വിശദീകരിച്ചു. ഒന്ന്, ഇവർ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അവരുടെ ജന്മാവകാശമാണ് ജനിച്ച നാട്ടിൽ സ്വതന്ത്രരായി ജീവിക്കുക എന്നുള്ളത്. അതിന് സമ്മതിക്കാതെ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്.
രണ്ടാമത്തത് അവരുടെ ആദർശ വിശ്വാസങ്ങൾ, വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഇവർ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരോട് പ്രതികാരം ചെയ്യാനുള്ള അനുവാദമാണ് നൽകപ്പെട്ടിരുന്നത്. അതിനുശേഷം പിന്നീട് സൂചിപ്പിച്ചത്, ഇനിയും നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ, ഈ പ്രവാചകനെ ഇനിയും നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ചില സമുദായങ്ങളുണ്ട്, അവരെ നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമുദായങ്ങളുടെ ചരിത്രം അവർ ഓർമ്മപ്പെടുത്തി. അതിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ജനതകളുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കളവാക്കപ്പെട്ടത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂദ് വർഗവും ഒക്കെ നടത്തിയ അവരുടെ വ്യാജമായ പ്രവാചകന്മാരെ കളവാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് അവരുടെ ശ്രദ്ധ അതിലേക്ക് ജസ്റ്റ് ഓരോന്ന് ക്ഷണിക്കുക മാത്രം ചെയ്തിട്ടുണ്ട്. തുടർന്ന് അതിനു ശേഷം ഇതേ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് അള്ളാഹു പറയുകയാണ്, ഈ ഒരു പ്രദേശങ്ങളൊക്കെ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലേ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 46-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. മുൻഗാമികളുടെ ചരിത്രത്തെ അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ചോദിക്കുകയാണ്, അഫലം യസീറു ഫിൽ അർള്, അവർ ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ, ഈ പ്രദേശങ്ങളിലൊക്കെ, ഈ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നില്ലേ? സാറ യസീറു എന്നുള്ള വാക്കിൽ നിന്നാണ് യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ. അഫലം യസീറു, അവർ സഞ്ചരിച്ചിട്ടില്ലേ എന്നാണ്. അഫലം യസീറു ഫിൽ അർള്, ഈ ഭൂമിയിൽ അവർ സഞ്ചരിച്ചിട്ടില്ലേ. ഫതകൂന, അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഉണ്ടാകുമായിരുന്നു. തകൂന ലഹും, അവർക്കുണ്ടാകുമായിരുന്നു. ഖുലൂബ്, ഹൃദയങ്ങൾ. ഖൽബ്, ഖുലൂബ്, എങ്ങനെയുള്ള ഹൃദയങ്ങൾ? യഅഖിലൂന ബിഹാ, അവ കൊണ്ട്, ആ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്ന, ആലോചിക്കുവാൻ കഴിയുന്ന, ഗ്രഹിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾ അവർക്കുണ്ടാകുമായിരുന്നു. ഔ ആദാനുൻ യസ്മഉന ബിഹ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആദാൻ, അവർക്ക് കാതുകൾ ഉണ്ടാകുമായിരുന്നു. യസ്മഉന ബിഹ, ആ കാതുകൾ കൊണ്ട് അവർക്ക് കേൾക്കുവാൻ കഴിയുന്ന, എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങളും കേട്ട് മനസ്സിലാക്കുവാൻ പറ്റിയ കാതുകളും ഉണ്ടാകുമായിരുന്നു അതിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ. ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, നിശ്ചയമായും ലാ തഅമ, അമിയ യഅമ എന്ന് പറഞ്ഞാൽ അന്ധമാവുക എന്നാണ്. എന്ന് പറഞ്ഞാൽ കാണാതെയാവുക. ഉമ്യി എന്ന് നമ്മൾ പഠിച്ചതാണ്, അന്ധൻ എന്നുള്ളതിന് പറയും, ബ്ലൈൻഡ്. ലാ തഅമ, ബ്ലൈൻഡ്നെസ് ബാധിക്കുന്നില്ല. അൽ അബ്സാർ, കണ്ണുകളെ അല്ല ബാധിക്കുന്നത്. ഇന്നഹ ലാ തഅമൽ അബ്സാറു, കണ്ണുകളല്ല അന്ധമാവുന്നത്. വലാകിൻ, പക്ഷേ തഅമ അൽ ഖുലൂബ്, ഹൃദയങ്ങളാണ് അന്ധമാവുന്നത്. അല്ലതീ ഫിസ് സുദൂർ, എവിടെയുള്ള ഹൃദയങ്ങൾ? അല്ലതീ ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ള, മാറിടങ്ങളിലുള്ള ഹൃദയങ്ങളാണ് അന്ധത ബാധിക്കുന്നത് എന്നാണ്. 46-ാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തിനോട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. തൊട്ട് മുന്നേ പറഞ്ഞത് അതിന് മുമ്പുള്ള എത്രയോ നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, തകർന്നടിഞ്ഞ മേൽക്കൂരകളൊക്കെ തകർന്നു വീണ്. അങ്ങനെ വബിഇരിൻ മുഅത്വലത്തിൻ വഖസുരിൻ മഷീദ്, ഉപയോഗശൂന്യമായ കിണറുകൾ, അതുപോലെ തന്നെ ആളൊഴിഞ്ഞു പോയ കോട്ടകൾ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് എത്രയെത്ര നാടുകൾ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തിയത്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായ ചോദ്യമാണ്, അഫലം യസീറു ഫിൽ അർള്, ഈ നാടുകളിലൂടെയൊക്കെ അവർ സഞ്ചരിക്കുന്നില്ലേ, സഞ്ചരിച്ചിട്ടില്ലേ? അവർക്കത് ഇന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമാണ്. നമ്മൾ പല സ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട്. മിഡിൽ ഈസ്റ്റിൽ തന്നെ പല സ്ഥലങ്ങൾ, പുരാതന സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്ന ഈജിപ്ത് പല ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സന്ദർശിച്ച ആളുകളുണ്ട്.
അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയ, ഇറാഖിലെ ഭാഗങ്ങൾ സന്ദർശിച്ച ആളുകളുണ്ട്, സിറിയ സന്ദർശിച്ച ആളുകളുണ്ട്. ഒരുപക്ഷെ ആദ്യകാലത്തെ സംസ്കാരങ്ങളുടെ ഇടമാണതൊക്കെ. ആ ഒരു ഭാഗം അത് അന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ നിരന്തരമായ കച്ചവട യാത്രകൾക്കിടയിലുള്ള പാതകളാണത്. അവർ അവിടെ വടക്കോട്ട് സിറിയയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ കടന്നു പോകുന്ന വഴികളുണ്ട്, അവർ യമനിലേക്ക് പോകുമ്പോൾ കടന്നു പോകുന്ന വഴികളുണ്ട്. അവർ കടന്നു പോകുന്ന വഴികളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നാടുകൾ അവർ സന്ദർശിച്ചിട്ടില്ലേ? അഫലം യസീറു ഫിൽ അർള്, എന്താ അവിടെ സന്ദർശിച്ചാൽ കാണാൻ കഴിയുക? അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹ. അങ്ങനെ സന്ദർശിക്കുമ്പോൾ തകൂന ലഹും അവർക്ക് ഉണ്ടാകുമായിരുന്നു, അവർക്ക് ലഭിക്കും, ഖുലൂബുൻ യഅഖിലൂന ബിഹ, അഖിൽ ചിന്തിക്കുവാൻ കഴിയുന്ന, ആലോചിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾ അവർക്കുണ്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കുവാൻ, അതിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ അവരുടെ ഹൃദയം അവരെ പ്രേരിപ്പിക്കും. നമുക്കറിയാലോ, നമ്മുടെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലൂടെ, പുരാതന അവശിഷ്ടങ്ങൾക്കരികിലൂടെയൊക്കെ നടന്നു നീങ്ങുമ്പോൾ ഒരുപക്ഷെ അത് ചിന്താശേഷിയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ഒരുപക്ഷെ ആലോചിച്ചേക്കാം, ആരായി കിടക്കുന്നതൊക്കെ. ഒരു കാലത്ത് ഈ രാജ്യത്തെ ആകെ അടക്കി ഭരിച്ച ചക്രവർത്തിമാർ, മഹാന്മാരായ രാജാക്കന്മാർ, എത്രയോ ആളുകൾ തങ്ങൾ പരിവാരങ്ങളെ വെച്ചുകൊണ്ട്, എത്രയോ പതിനായിരങ്ങളെ വെച്ചുകൊണ്ട് പണിതീർത്ത കൂറ്റൻ കെട്ടിടങ്ങൾ, ഭയങ്കരമായ കഴിവുള്ള ആളുകൾ, വല്ലാത്തത് അത് അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് പറയാണ്, ഇവർ ഈ നാടുകൾ സന്ദർശിക്കുമ്പോൾ ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹ, അവരുടെ ഹൃദയങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ഔ ആദാനുൻ യസ്മഊന ബിഹ, രണ്ട് അവയവങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന് ഖുലൂബാണ്, രണ്ട് ആദാൻ അവരുടെ കാതുകളാണ്, ചെവികൾ. ഉദുൻ ആദാൻ യസ്മഊന ബിഹ, കേൾക്കാൻ കഴിയുന്ന പലതും അവർക്ക് അവിടെ കേൾക്കാൻ. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്ന കുറേ വിവരങ്ങളുണ്ടാവും. അവർക്ക് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചറിയാം. ഇന്നാണെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാണ് ചരിത്രം, അവിടെ ഒന്നും സന്ദർശിച്ചിട്ടില്ലെങ്കിലും പുരാതന സംസ്കാരങ്ങളുടെ ചരിത്രം നമുക്ക് മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്, അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു, അവർ നേടിയ നാഗരികമായ പുരോഗതികൾ എന്തെല്ലാം, കെട്ടിട നിർമ്മാണത്തിൽ അവർ വരിച്ച കഴിവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് തുടങ്ങി എല്ലാം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ചോദിക്കുകയാണ്, അഫലം യസീറു ഫിൽ അർള്, ആ ഭൂമിയിലൂടെ, ചരിത്ര ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ? അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്കുണ്ടാകുമായിരുന്നല്ലോ, തകൂനു ലക്കും ഖുലൂബുൻ യഅഖിലൂന ബിഹ ഔ ആദാനുൻ യസ്മഊന ബിഹ. അതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ, അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അവിടെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തൊരു മഹത്തരമായ പ്രവർത്തനമൊക്കെ വിചാരിക്കുമാറുള്ള ഒരു ഹൃദയം. ഔ ആദാനുൻ യസ്മഊന ബിഹ, അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ധാരാളം അവർക്ക് അവിടെ കേൾക്കുകയും ചെയ്യാമായിരുന്നു. എന്നിട്ട് പറയാണ്, പക്ഷേ എന്ത് കേട്ടിട്ടാ? എത്ര ചരിത്രം പഠിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതിൽ നിരവധിയായ സ്ഥലങ്ങളുടെ സംബന്ധിച്ച്, ചരിത്ര സംഭവങ്ങളെ സംബന്ധിച്ച് വമ്പിച്ച ഗവേഷണം നടത്തിയ ആളുകളുണ്ട്. പക്ഷേ സംഭവിച്ചെന്താ അറിയോ? ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. കാണാത്തതല്ല പ്രശ്നം, അവർ ഈ ചരിത്രം കേൾക്കാത്തതല്ല പ്രശ്നം, ഈ പ്രദേശത്ത് അവർ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നതല്ല പ്രശ്നം. ഫഇന്നഹ, നിശ്ചയമായും അത്, ലാ തഅമ അൽ അബ്സ്വാറു, അബ്സ്വാറുകളല്ല അന്ധമാവുന്നത്. അബ്സ്വാർ എന്നാൽ കണ്ണുകൾ. നമുക്ക് കണ്ണുകളുണ്ട്, കണ്ണുകൾക്കല്ല കാഴ്ച പോകുന്നത്, കണ്ണുകളുടെ കാഴ്ചയല്ല നഷ്ടപ്പെടും. ലാ തഅമ അൽ അബ്സ്വാറു, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. വലാകിൻ, പിന്നെയോ തഅമ അൽ ഖുലൂബ്, മനോഹരമായൊരു പ്രയോഗ ഖുർആൻ്റെ. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, പിന്നെ അന്ധത ബാധിക്കുന്നത് അൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. കാണുന്നുണ്ട്, നല്ല നമ്മൾ അതിനെ സംബന്ധിച്ചൊരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. പക്ഷേ ആ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കുറേ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാതെ പോയി. അതാണ് ഏറ്റവും വലിയ ദുര്യോഗം. എന്താണത്? അറബികളെ സംബന്ധിച്ചെടുക്കുക, ഈ ആയത്തിറങ്ങുന്ന സമയത്ത്
മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ അതിശക്തമായ രൂപത്തിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവാചക അധ്യാപനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ കടന്നു പോകുന്ന വഴിയിൽ ആദ് വർഗത്തിൻ്റെ സ്ഥലമുണ്ട്, അവർ താമസിച്ച അവരുടെ വാസസ്ഥലമുണ്ട്. ആകെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. അവർ കേട്ടിട്ടുണ്ട് അവരുടെ ചരിത്രം. അവർക്കറിയാം ഇത് ഒരു ശിക്ഷ അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷ ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ സ്ഥലമാണ്, വാസസ്ഥലം. എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്ന് അവർക്കറിയാം. പക്ഷേ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ സന്നദ്ധരല്ല. കാഴ്ച ഇല്ലാത്തതല്ല, അവർ കാണുന്നുണ്ട്. ഭയങ്കരമായ കെട്ടിടങ്ങൾ, അപാരമായവരുടെ നിർമ്മിതികൾ, ഗംഭീരമായവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. പക്ഷേ അത് നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ സത്യം അംഗീകരിക്കുവാൻ ഇവർ സന്നദ്ധരല്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ചരിത്രമറിയുന്ന ആളുകളാണ് നമ്മൾ. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് സന്ദർശിച്ച ആളുകളാണ് നമ്മൾ. പലതിനെ സംബന്ധിച്ച് ചരിത്രത്തിൻ്റെ ഗവേഷണങ്ങൾ നടത്തിയ ആളുകളാണ്. പക്ഷേ ആ ചരിത്രം എന്നോട് പറയുന്നത് എന്താണ്, അത് മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തിന് കഴിയാതെ പോയി. തഅമ്മൽ ഖുലൂബുല്ലതി ഫി സുദൂർ, അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഹൃദയത്തിനാവുന്നില്ല. കണ്ണ് ഞാൻ കാണുന്നുണ്ട്, നല്ല കാഴ്ചയുണ്ട്, പക്ഷേ അകക്കണ്ണില്ല. അകക്കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ. അതാണ് ഖുർആൻ പറയുന്നത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. മനോഹരമായൊരു സാഹിത്യ ശൈലിയാണത്. ഇതാ തീർച്ചയായിട്ടും അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് അവരുടെ നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഈ ആയത്തിൽ ശാസ്ത്രീയമായിട്ട് ചിലപ്പോൾ ശാസ്ത്രം പറയലല്ല ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. സാഹിത്യ ശൈലിയിൽ വളരെ കൃത്യമായിട്ടൊരാശയം ജ്വനിപ്പിക്കുകയാണ്, ആളുകൾക്കിടയിൽ ചിന്ത ഉണർത്തുകയാണ്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതെന്താ ഹൃദയം കൊണ്ടാണോ ചിന്തിക്കുക? മസ്തിഷ്കം ഉപയോഗിച്ചിട്ടല്ലേ, ബ്രെയിൻ അതിൽ ന്യൂറോണുകളൊക്കെ വെച്ചിട്ടല്ലേ ചിന്ത എന്ന് പറയുന്ന സംഗതി നടക്കുന്നത്? ഇതെന്താ ചിന്തയെ ഹൃദയവുമായി ബന്ധിപ്പിച്ചെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും ഹൃദയവുമായിട്ടാണ് ബന്ധിപ്പിക്കാറുള്ളത്. കാണാതെ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പിന്നെ കാണാതെ ഹൃദിസ്ഥമാക്കുന്നതിന് നമ്മൾ പറയുക ഹൃദിസ്ഥമാക്കുക, ബൈ ഹാർട്ട് എന്നൊക്കെ പറയാം. ഏതാ ഹാർട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ലല്ലോ, ഹാർട്ടല്ല, ശരിക്കും ബ്രെയിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഹൃദിസ്ഥമാക്കുക, ബൈ ഹാർട്ട് എന്ന് നമ്മൾ പറയും. അതുപോലെ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്. അതുപോലെ നമ്മുടെ വിചാരങ്ങളൊക്കെ നമ്മൾ അവൻ്റെ ഹൃദയവുമായിട്ടാണ് ബന്ധിപ്പിക്കാറുള്ളത്. ആ ഹൃദയത്തെയാണ് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അവയവം കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതല്ല, ഇവിടെ നിന്നാണത് വരേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ളൊരു ബോധം, അതിനെ സംബന്ധിച്ചുള്ള ഒരു ആ ചരിത്രങ്ങളിലെ പാഠം ഉൾക്കൊള്ളേണ്ടതും അതിനനുസരിച്ച് മാറ്റമുണ്ടാവുകയൊക്കെ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അതിനെ സംബന്ധിച്ചാണ് വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, അവരുടെ നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞത്. ഇനി നോക്കൂ, വയസ്തഅ്ജിലൂനക ബിൽ അദാബ് വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഅദ്ദൂൻ. വയസ്തഅ്ജിലൂനക, അവർ താങ്കളോട് തിരക്ക് കൂട്ടുകയാണ്, ധൃതിപ്പെടുകയാണ്. ഇസ്തഅ്ജല, തിരക്ക് കൂട്ടുക, വേഗത്തിൽ ആവശ്യപ്പെടുക, വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട്. അജൽ നമ്മൾ പറയാറുണ്ട്, അജൽ വേഗത. വയസ്തഅ്ജിലൂനക, അവർ താങ്കളോട് ധൃതിപ്പെട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ബിൽ അദാബ്, ശിക്ഷ എന്താ വരാത്തത് ചോദിക്കുക. ആരെങ്കിലും വിവരമുള്ളവൻ ചോദിക്കുമോ ശിക്ഷ ഉണ്ടെന്നാണോ ഇങ്ങോട്ട് തരുന്നാൽ? വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കളോട് ഇവർ ധൃതി കൂട്ടുന്നു, ബിൽ അദാബ്, ശിക്ഷ കൊണ്ടുവരാൻ. വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു, പക്ഷേ അള്ളാഹു പറയാണ് വലൻ യുഖ്ലിഫല്ലാഹ്, അള്ളാഹു ഒരിക്കലും തന്നെ ലംഘിക്കുകയില്ല. അഖ്ലഫ യുഖ്ലിഫു, ലംഘിക്കുക. അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. വഅദഹു, തൻ്റെ വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. വ ഇന്ന യൗമൻ, നിശ്ചയമായും ഒരു ദിവസം, ഇൻദ റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ അടുത്തുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സന, 1000 വർഷത്തെ പോലെയാണ്. മിമ്മാ തഅദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തെ പോലെയാണ് നിൻ്റെ റബ്ബിങ്കൽ ഒരു ദിവസം എന്നത്. വളരെ വൃത്തിയുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത്. എന്താണ് തൊട്ട് മുന്നേ പറഞ്ഞത്? നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുടെ ചരിത്രമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളെ, തൻ്റെ മുമ്പിലുള്ള ഈ ആളുകളോട് ഇടയ്ക്ക് ഇത് സൂചിപ്പിക്കും. പ്രവാചകന്മാർ വന്നതും അവരെ ആ ജനത നിഷേധിച്ചതും നിരന്തരമായി പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ ജനത നശിപ്പിക്കപ്പെട്ട കാര്യവും പ്രവാചകൻ അവരോട് പറയും. അതുകൊണ്ട് കരുതണം, നിങ്ങൾ സൂക്ഷിക്കണം അവരോട് പറയാറുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, എന്താ പിന്നെ ഞങ്ങളെ നശിപ്പിക്കാത്തത്? പ്രവാചകൻ വന്നിട്ട് ആകെ 10-12 കൊല്ലമായിട്ടേ ഉള്ളൂ. അവിടെ 950 കൊല്ലം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ഇവർ ചോദിക്കും, ഞങ്ങളെന്താ ശിക്ഷിക്കാത്തത്? ഇവരെ വിചാരം എന്താ വെച്ചാൽ ഇന്ന് പറയുക, ഉടനെ തള്ളിക്കളയാം, അപ്പം തന്നെ ശിക്ഷിക്കുക. അങ്ങനെയല്ല. അള്ളാഹു പറഞ്ഞു നോക്ക്, വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, ഇവർ ധൃതി കൂട്ടുന്നു താങ്കളോട് ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്താ ശിക്ഷ ഞങ്ങളെ പിടികൂടാത്തത്? ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ട് എന്താ വരാത്തത്? നീ പറയുന്ന ദൈവങ്ങളെയൊക്കെ സങ്കല്പത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നുണ്ടല്ലോ, എന്താ നിൻ്റെ ദൈവം ഞങ്ങളെ ശിക്ഷിക്കാത്തത്? ചോദിക്കുക. യസ്തഅ്ജിലൂനക ബിൽ അദാബ്, ശിക്ഷക്കാരെങ്കിലും ധൃതി കാണിക്കുമോ? ഇവർ അങ്ങനെ പറയാണ്. എന്നിട്ടോ അള്ളാഹു പറയാണ്, വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പടച്ചറബ് പറഞ്ഞതാ, നമ്മൾ പറഞ്ഞ കാര്യമല്ല. വലൻ യുഖ്ലിഫ അല്ലാഹ്, അള്ളാഹു ലംഘിക്കുക പ്രശ്നമില്ല, ലംഘിക്കുന്ന വിഷയമില്ല, ഒരിക്കലും ലംഘിക്കുകയില്ല. ലൻ യുഖ്ലിഫ അല്ലാഹ്, എന്ത്? വഅദഹു, തൻ്റെ കരാർ, തൻ്റെ വാഗ്ദാനം. എന്താ വാഗ്ദാനം? ഈ പ്രവാചകനെ നിഷേധിക്കുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിരുവിടുകയും ചെയ്യുമ്പോൾ മുൻഗാമികൾ ശിക്ഷിക്കപ്പെട്ടതുപോലെ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് പടച്ചറബിൻ്റെ വാഴ്താണ്. അത് അള്ളാഹു ലംഘിക്കൂല, അത് വരും. പക്ഷേ നിങ്ങൾ തീരുമാനിക്കലല്ല ഡേറ്റ്. എന്താ നോക്ക്, വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് ക അൽഫി സന മിമ്മാ തഅ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന അൽഫ് സന എന്ന് പറഞ്ഞാൽ 1000 വർഷത്തെ പോലെയാണ്. എന്താ പറഞ്ഞത്? ഇവർക്കിപ്പോൾ കുറേ ദിവസമായില്ലേ, ആകെ 12 കൊല്ലമായിട്ടേ ഉള്ളൂ. അല്ലെ 13 കൊല്ലം കൂട്ടിക്കോ, അല്ലെ 14 കൊല്ലം കൂട്ടിക്കോ. അത്ര വർഷമായിട്ടുള്ള മക്കയിൽ വന്ന് അത് മദീനയിലേക്ക് എത്തി, അല്ലെ 13 കൊല്ലം മക്കയിലും ബാക്കി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴേ അവരുടെ അന്ന് അതിൻ്റെ മുമ്പേ തിരക്ക് കൂട്ടുക, കുറച്ച് വർഷമായിട്ടുള്ളൂ. ഇവരുടെ വിചാരം എന്താ വരാത്തത് അല്ലേ? നമ്മളൊരാളെ വരുന്നത് കാത്തിരിക്കും പോലെയാ. ശിക്ഷ എന്താ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു പറയാണ്, പടച്ചവന് അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കൂല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാലഗണന എന്താ വരാത്തത്, ഇപ്പം വരണം നാളെ വരണം എന്നൊക്കെ നിങ്ങൾ പറയുന്നതനുസരിച്ചല്ല ഇത് കൊണ്ടുവരിക. നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ കലണ്ടറിലുള്ള, നിങ്ങളുടെ ഘടികാരത്തിലുള്ള ആ സൂചി കറങ്ങും പോലെയല്ല പടച്ചറബിൻ്റെ അടുത്തുള്ളത്. നിങ്ങളുടെ കലണ്ടറിലെ തീയതി മാറും പോലെ മാറുന്നതല്ല പടച്ചറബിൻ്റെ കലണ്ടർ. അവിടുത്തെ ദിവസത്തിൻ്റെ ദൈർഘ്യം പറയുകയാണ്, വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക്, നിൻ്റെ റബ്ബിങ്കൽ ഒരു ദിവസം എന്നത് ക അൽഫി സനത്തിൻ, അൽഫ് എന്ന് പറഞ്ഞാൽ 1000 അൽഫി സനത്തിൻ മിമ്മാ തഅ്ദൂന, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങളെപ്പോലെയാണ്. എന്താ ഈ ദിവസം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തും ദിവസം എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നും അല്ല. ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമി ഒരു പ്രാവശ്യം അതിൻ്റെ ആക്സിസ്, അതിൻ്റെ അച്ചുതണ്ടിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാൻ, ഭ്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം വെച്ചാൽ 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചിവിടെ ഒരു പോയിന്റ് കറങ്ങിയിട്ട് അവിടെ തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതാണ് ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. നോക്കണേ, ഭൂമിയിലെ ഒരു ദിവസം എന്നാൽ നമ്മളൊക്കെ ഭൂമിയിലാണല്ലോ. നമ്മൾക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഗ്രഹം ഭൂമി, അത് ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ്. അതിൻ്റെ ആക്സിസിൽ, അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ ആ 360 ഡിഗ്രി കറങ്ങി എടുക്കാൻ തീരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. പക്ഷേ കുറേ ഗ്രഹങ്ങൾ വേറെ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയോ എല്ലാ ഗ്രഹങ്ങൾക്കും 24 മണിക്കൂറാവേണ്ടത് ദിവസം അല്ല. വീനസ് എന്ന് പറയുന്ന ഒരു ഗ്രഹം നമുക്ക് കാണാം, പുലർക്കാലത്തൊക്കെ അങ്ങനെ കാണാൻ പറ്റും. ശുക്രൻ എന്ന് പറയുന്നൊരു ഗ്രഹം, വീനസ്. ആ ഗ്രഹത്തിലെ ദിവസത്തിൻ്റെ എണ്ണം എത്രയെന്നറിയോ? അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? ആ ശുക്രനിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ശുക്രൻ ഒരു പ്രാവശ്യം അതിൻ്റെ ആക്സിസിന് ചുറ്റും കറങ്ങി അത് പൂർത്തിയാക്കണമെങ്കിൽ 243 ദിവസം എടുക്കും ഭൂമിയിലുള്ള. ആലോചിച്ച് നോക്ക്, 8 മാസത്തിലധികം. നമ്മുടെ ഭൂമിയിലെ 8 മാസത്തിന് തുല്യമാണ് ആ ശുക്രനിൽ ഒരു ദിവസം. അപ്പോൾ ഈ ദിവസം എന്താ? അള്ളാഹുവിൻ്റെ അടുത്ത് 1000 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗണന അനുസരിച്ച് നമ്മൾ കൂട്ടുക.
അതാ പറയുന്നത് മിമ്മ തഅുദു, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിന് തുല്യമാണ് പടച്ച റബ്ബിങ്കിൽ ഒരു ദിവസം. ഇത് നമുക്കറിയുന്ന ഒരു ഗ്രഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാട്ടോ. പടച്ച റബ്ബ് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം നമുക്കാർക്കും അറിയാൻ പറ്റില്ല. അത്രക്കും ഇതുണ്ട്. നമ്മൾ സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞതാ. ഇനി വളരെ വേഗതയിൽ കറങ്ങുന്ന ഗ്രഹങ്ങളുണ്ട്. അതാണ് ചില ഗ്രഹങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു 9 മണിക്കൂർ 55 മിനിറ്റ്, ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ട് കറങ്ങിത്തീരും. വ്യാഴം എന്ന് പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിൽ അതിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെറും 10 മണിക്കൂറാണ് നമ്മുടെ ഇവിടുത്തെ. അപ്പോഴും കഴിയും. ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് നമ്മളാരും തീരുമാനിക്കുകയല്ല. അത് വൈവിധ്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ വ്യാഴവും ഈ ശുക്രനൊക്കെ നമ്മളറിയുന്ന നമ്മുടെ ഭൂമിയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള ഈ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളാണ്. പടച്ച റബ്ബിനറിയാം. അല്ലാഹു ആലം എത്രമാത്രം നക്ഷത്രങ്ങളുള്ളതെന്നറിയോ? സൂര്യനൊന്നും വളരെ ചെറുതല്ലേ, 200 ബില്യണാ, മോർ ദാൻ 200 ബില്യൺ എന്നാ പറയുക. 200 ബില്യണിലേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. ചിലതിൻ്റെ ഒന്നും വെളിച്ചം കണ്ട് എത്തിയിട്ടില്ല, പ്രകാശം എത്തിയിട്ടില്ല. ആ നക്ഷത്രങ്ങൾക്കൊക്കെ ഗ്രഹങ്ങൾ, അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് ഉണ്ടാവുകയും അങ്ങനെ അതിനൊക്കെ ഓരോ ദിവസത്തിൻ്റെ കണക്കുണ്ടോ ഇല്ലെന്ന് അല്ലാഹു ആലം. കളിയാക്കരുത്. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഅുദൂൻ. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിന് തുല്യമാണ് പടച്ച റബ്ബിൻ്റെ അടുത്ത് ഒരു ദിവസം. അപ്പോൾ ഇന്നലെ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ എന്താ വരാത്ത ശിക്ഷ? പടച്ചറബി 1000 കൊല്ലം കൂടി ഒരു ദിവസം ഒന്നും ആലോചിച്ചുകൾ. അതുകൊണ്ട് തിരക്കൂട്ടരുത്. അതാണ് വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവർ താങ്കളോട് തിരക്ക് കൂട്ടുന്നു, ധൃതി കാണിക്കുന്നു. ബിൽ അദാബ്, ശിക്ഷ കൊണ്ടുവരാൻ. എന്നാലോ വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു, അല്ലാഹു ഒരിക്കലും തന്നെ തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയേയില്ല. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക്, നിശ്ചയമായും താങ്കളുടെ റബ്ബിങ്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനത്തിൻ മിമ്മാ തഅുദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിനെ പോലെയാണ്, അതിന് തുല്യമാണ്. അതുകൊണ്ട് അതൊക്കെ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട. ഭൂമിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതിൻ്റെ കാര്യം നമുക്കറിയുള്ളൂ. അപ്പുറത്ത് നമുക്ക് അറിഞ്ഞ കാര്യത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. അറിയാത്തത് വേറെയും ഉണ്ടാവാം. ഇത് വേറെ സ്ഥലത്ത് സൂറത്തു സജദയിൽ പറയുന്നുണ്ട്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. സൂറത്തു സജദ നമ്മൾ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാറുണ്ട് സുബഹിക്ക്. ക1000 സനതി മിമ്മാ തഅുദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷം, ആ വർഷം കൊണ്ട് അതിന് തുല്യമായൊരു ദിവസത്തിൽ അത് അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു. വേറെ സ്ഥലത്ത് സൂറ അൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൻ്റെ പടച്ച റബ്ബിങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 സന. ഇവിടെ പറഞ്ഞ 1000 സന, അവിടെ 50,000 സന എന്ന് പറഞ്ഞാലോ 50,000 വർഷം. 50,000 വർഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് നമുക്കറിയില്ല, ദൈവികമായ കാലം എന്ന് പറയും വേറെയാ. നമുക്കാണ് ഈ കറങ്ങുന്ന 24 മണിക്കൂർ ഇങ്ങനെ ഘടികാരത്തിൽ സൂചി കറങ്ങുമ്പോൾ ഒരു ദിവസം പൂർത്തിയായി. ഭൂമിയുടെ ഒരു റൊട്ടേഷനാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ പടച്ച റബ്ബിങ്കൽ വിശാലമായ, ഒരിക്കലും തീർന്നു പോവാത്ത തരത്തിൽപ്പെട്ട അനന്തമായ കാലത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും തിരക്ക് കൂട്ടരുത്. എന്താ ശിക്ഷ വരാത്തതെന്ന്? വരും എന്ന് പറഞ്ഞാൽ വരും. അത് പടച്ച റബ്ബിൻ്റെ കാലഗണന നിങ്ങൾ ഈ കണക്കാക്കുന്ന സെക്കൻഡും മിനിറ്റും അല്ല. കഅൽഫി സനതിൻ മിമ്മാ തഅുദൂൻ, ഒരു ദിവസം പോലും 1000 വർഷത്തോളം ദൈർഘ്യമുള്ളതാണ് എന്ന് പറയാം. വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന ആയത്താണത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താല്ലേ അവിടെ ജയിക്കാത്തത്, ഇവിടെ എങ്ങനെ വരാത്തത്, ഇവരെന്താ അങ്ങനെ ആവാത്തതെന്ന് തിരക്കൂട്ടരുത്. സംഭവിക്കും. പടച്ചറബ് തീർത്ത് പറയും. ഇതിന് മുമ്പും പറഞ്ഞില്ല നമ്മളോട്, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, സത്യവിശ്വാസികൾ അള്ളാഹു പ്രതിരോധിച്ചുകൊണ്ട്. എന്താ പ്രതിരോധിക്കാൻ? തിരക്കൂട്ടരുത്. ഒരു സമയമുണ്ട്, അള്ളാഹു അത് നടക്കും. അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വലിയ പ്രതീക്ഷയാണ്. സുബ്റോടുകൂടെ നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആയത്താണ്. വയസ്തഅ്ജിലൂനക ബിൽ അദാബ് വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഅുദൂൻ വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ സുമ്മ അഖൽതുഹാ വഇലയ്യൽ മസീർ. എന്നിട്ട് ഒന്നുകൂടി ഓർമ്മിക്കുക. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളാണ്.
കഅയ്യിൻ, എത്ര നാടുകളാണ് അല്ലെങ്കിൽ പട്ടണങ്ങളാണ്, രാജ്യങ്ങളാണ്. അംലൈതു ലഹ, നേരത്തെ വന്ന വാക്കാണ് അംലൈതു, ഞാൻ സാവകാശം നൽകി, കുറച്ച് അവസരം നൽകി. അംലൈതു ലഹ, ആ നാടിന്. എന്തായിരിക്കെ? വഹിയ ലാലിമത്തുൻ, അതിക്രമകാരിയായിരിക്കെ തന്നെ. നാട്ടിലെ മുഴുവൻ ആളുകളും മഹാ തോന്നിയാസികളാണ്, എന്നിട്ട് പോലും നാം അവർക്ക് സാവകാശം നൽകി. പടച്ചറബ് എത്ര കാരുണ്യമുള്ളവനാണ് നമ്മൾ മനസ്സിലാക്കണേ. അള്ളാഹു ഒരിക്കലും ഒരു പ്രവാചകൻ അയക്കുക, എന്നിട്ട് അദ്ദേഹത്തെ തള്ളുക, അപ്പം തന്നെ പിടിക്കുക എന്നുള്ള പരിപാടിയല്ല. മറിച്ച് സാവകാശം കൊടുക്കും, കേട്ട് മനസ്സിലാക്കാൻ, കണ്ടറിയാൻ, അത് ഗ്രഹിക്കുവാൻ, പ്രാവർത്തികമാക്കാനൊക്കെ അവസരം കൊടുക്കും. തള്ളിക്കളയാൻ വേണ്ടി ഉപയോഗിക്കും ചില ആളുകൾ. ഏതായാലും പടച്ചറബ് അവസരം കൊടുക്കും. അംലൈതു, എന്നിട്ടോ വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതു ലഹ, ഞാൻ അവസരം നൽകി അവക്ക്. വഹിയ ലാലിമത്തുൻ, അത് അക്രമികളായിരിക്കെ തന്നെ. അക്രമികളായ എത്ര നാടുകൾക്ക് ഞാൻ അവസരം നൽകിയിട്ടുണ്ട്. സുമ്മ അഖൽതുഹാ, പിന്നെ ഞാൻ അവരെ പിടിക്കും. എല്ലാ അവസരവും തീർന്നാൽ പിന്നെ പിടിക്കും. വ ഇലയ്യൽ മസീർ, നമ്മുടെ അടുത്തേക്കാണ് അവരുടെയൊക്കെ മടക്കം. വല്ലാത്ത ആയത്തുകളായത്. നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ ചിലപ്പോൾ ചില പ്രത്യേകമായ സംസ്കാരങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. അതിൻ്റെ കാലഘട്ടം നിങ്ങൾ ഡ്യൂറേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു സംസ്കാരം എത്ര കാലം, ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തീർന്ന സംസ്കാരമൊന്നും ഉണ്ടാവില്ല. ലോകത്ത് വലിയ തരത്തിൽപ്പെട്ട വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പലതരത്തിൽപ്പെട്ട സംസ്കാരങ്ങളുണ്ട്. കുറേ കാലം ഉണ്ടാവും. അവർ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളോളം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ അവശിഷ്ടങ്ങൾ എടുത്തു. അവർ ഒരു ദിവസം കൊണ്ട് സൃഷ്ടിച്ചല്ല, കുറേ സുൽത്താനേറ്റ് എംപയർ, അതുപോലെ തന്നെ മുഗൾ എംപയർ കുറേ ഉണ്ടാവും. അങ്ങനെ അതിനു മുമ്പുള്ള എംപയേഴ്സൊക്കെ വേറെ ഉണ്ട്. പലതരത്തിൽപ്പെട്ട ഭരണാധികാരികൾ അവർ കുറേ കാലം പ്രതാപത്താൽ ഭരണം നടത്തി. എന്നിട്ട് പിന്നീട് അള്ളാഹു അവരെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും എടുത്തു കളയും മാറ്റുകയൊക്കെ ചരിത്രം ധാരാളമായിട്ട് ചരിത്രം കാണാൻ കഴിയും. അതാണ് അള്ളാഹു പറയുന്നത്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ലാലിമത്തുൻ സുമ്മ അഖൽതുഹാ, പിന്നീട് നാം അവരെ പിടികൂടി. എന്നിട്ടോ വ ഇലയ്യൽ മസീർ, നമ്മുടെ അടുത്തേക്കാണ് എല്ലാവരുടെയും മടക്കം എന്നുകൂടി പറഞ്ഞു. ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നമാ അന ലക്കും നദീറും മുബീൻ. ഈ തിരക്കിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞേക്ക്, കുൽ, പ്രവാചകരെ പറയുക, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഹേ ജനങ്ങളെ, ഇന്നമാ അന ലക്കും നദീറും മുബീൻ, ഞാൻ ഇന്നമാ അന, ഞാൻ ഇത് മാത്രമാണ്, ലക്കും നിങ്ങൾക്ക്, നദീർ മാത്രമാണ്, മുബീൻ സുവ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. നിങ്ങൾ ചോദിക്കുന്നത് കേട്ടാൽ വിചാരിക്കും ഞാനാ ഈ ശിക്ഷ കൊണ്ടുവരണ്ടേ, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ശിക്ഷ ഉണ്ടാവും എന്ന് പറയലാണ് എൻ്റെ പണി. അതാണ് നദീർ, അത് കൊണ്ടുവരലല്ല. നിങ്ങൾ പറയുന്ന സമയത്ത് ശിക്ഷ നടപ്പാക്കൽ എൻ്റെ ജോലിയല്ല. എൻ്റെ പണി എന്താ? ഇന്നമാ അന ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്കുള്ള ഒരു വ്യക്തമായ താക്കീതുകാരനാണ്. അതാണ് ഇന്നമാ അന ലക്കും നദീറും മുബീൻ എന്ന് പറയുക പ്രവാചകരെ ഇവരോട്. ഏതാ സന്ദർഭം? നിരന്തരമായിട്ട് ഇവർ ശിക്ഷ ആവശ്യപ്പെടുക. അവിടെ നശിപ്പിച്ച് ഇവിടെ നശിപ്പിച്ചു, എന്നാൽ പിന്നെ ഞങ്ങളെന്താ നശിപ്പിക്കാത്ത തിരക്കിടുക. യസ്താജിലൂന, അതിന് ആദ്യം ഒരു മറുപടി കൊടുത്തു. നിങ്ങൾ വിചാരിച്ച പോലെ അള്ളാഹു പറഞ്ഞ പോലെ ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് കൂട്ടുന്ന ദിവസവും മാസമൊന്നും അല്ല അവിടെ ഉള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുന്ന 1000 കൊല്ലത്തിന് തുല്യമാണ് ഒരു ദിവസം എന്നൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെയും പറയാ, ഇത് കൊണ്ടുവരൽ എൻ്റെ പണിയൊന്നുമല്ല. പറഞ്ഞേക്ക് അവരോട്, കുൽ, പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്കുള്ള ഒരു വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ്. ഫല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? ചില സ്ഥലങ്ങളിൽ ബഷീറൻ വനദീറ, അല്ലേ, സന്തോഷ വാർത്ത നൽകുന്നവനും താക്കീതുകാരൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നദീർ എന്ന് മാത്രം പറഞ്ഞു. നിങ്ങൾക്കൊരു അറിയിപ്പ് തരലേ. ഇവരാണല്ലോ ചോദിക്കുന്നത്, നേർക്കുനേരെ ഇവർ ചോദിക്കുകയാണ്, എന്താ ശിക്ഷ വരാത്തത്? ശിക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയിക്കല അപ്പൻ്റെ പണി. എന്നിട്ട് പറയാണ്, ഫല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, എന്നാൽ ആരാണോ സത്യവിശ്വാസം കൈക്കൊള്ളുകയും അമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, ലഹും അവർക്കുണ്ട് മഗ്ഫിറ പാപമോചനം. മാത്രമല്ല
വരിസ്ഖുൻ കരീം, അന്തസ്സുള്ള മാന്യമായ വിഭവങ്ങൾ. റിസ്ക് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്, അല്ലെങ്കിൽ ഉപജീവനം എന്നൊക്കെ പറയാം. റിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനം അവർക്കുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം? ഇതാണ്. ഒന്ന് ഇതാണ്, ഫല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമർപ്പിക്കുക, ആമനു, എന്നിട്ടോ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അമിലു സ്വാലിഹാത്ത്, അങ്ങനെ ചെയ്താൽ അവർക്ക് മഗ്ഫിറത്തുണ്ട്. ഒന്ന്, മഗ്ഫിറത്ത് എന്നാൽ മനുഷ്യനാണല്ലോ, തകരാറുകൾ സംഭവിക്കും, ആ തകരാറുകൾ പടച്ചറബ് പുറത്തു വരും. ലഹും മഗ്ഫിറ, അവർക്ക് മഗ്ഫിറത്തുണ്ട്. വരിസ്ഖുൻ കരീം, അന്തസ്സുള്ള വിഭവങ്ങളുണ്ട്. വല്ലാത്ത ആയത്തായത്. വിശ്വസിക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്നത് സൽക്കർമ്മവും വിശ്വാസവും ഉണ്ടെങ്കിൽ, സത്യവിശ്വാസവും ഉണ്ടെങ്കിൽ അവർക്ക് നൽകുന്നത് ഒന്ന് പാപമോചനമാണ്, മഗ്ഫിറത്ത്. പാപമോചനം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കാര്യം, അത് ചെറിയ കാര്യമല്ല. കാരണം നമ്മളൊക്കെ നിരന്തരമായിട്ട് പല രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല ജാതി തെറ്റുകൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. കുടുംബക്കാരോട് ചെയ്യുന്നുണ്ട്, അയൽക്കാരോട് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരോട് ചെയ്യുന്നുണ്ട്, ഭാര്യനോട് ചെയ്യുന്നുണ്ട്, മക്കളോട് ചെയ്യുന്നുണ്ട്, പലരോട് ചെയ്യുന്നുണ്ട്. മഗ്ഫിറത്ത് വേണ്ടേ? മഗ്ഫിറത്ത് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായിട്ട്, പടച്ചറബിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയുടെ പേരിൽ പടച്ചോനെങ്ങാനും പിടിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കഥ എന്താ? അതുകൊണ്ട് അള്ളാഹു പറയാണ്, സത്യവിശ്വാസം സ്വീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന വീഴ്ചകൾ അള്ളാഹ് പുറത്തു തരും. മഗ്ഫിറ. 2, റിസ്ഖുൻ കരീം, മാന്യമായ വിഭവങ്ങളുണ്ട്, ഉപജീവനമുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഉപജീവനമാണ്, വിഭവങ്ങളാണ്. വിഭവങ്ങൾക്ക് കരീം എന്ന് അവിടെ ഉപയോഗിച്ച്, അന്തസ്സുള്ള അല്ലെങ്കിൽ മാന്യമായ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇയാൾക്ക് കിട്ടുന്ന ഭക്ഷണം എന്തായിരിക്കും? നല്ലതും ശുദ്ധമായതുമാണ്. അതാണ് റിസ്ഖുൻ കരീം. ഒരർത്ഥം കിട്ടുന്ന റിസ്ക് കരീം എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ശുദ്ധമായതാണ്. തൊയ്യീബ അല്ലേ, ഹലാലുൻ തൊയ്യീബ അതാവാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള വിഭവ. അങ്ങനെ ഉണ്ടല്ലോ, കണ്ടവനോട് എരന്നും വാങ്ങിയും ഇതാക്കിയിട്ടും പറ്റിച്ചൊന്നുമല്ല, അന്തസ്സുള്ള രൂപത്തിൽ ആൾ ജീവിക്കും. ഇതാണ് സത്യവിശ്വാസം കൈക്കൊണ്ടാൽ സൽക്കർമ്മം പ്രവർത്തിച്ച മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ തകരാറ് വരുമ്പോൾ മറ്റൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അത് വിശ്വാസം എവിടെ തകരാറ് വരികയെന്ന് വെച്ചാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ ഉണ്ടാവില്ലാണല്ലോ. പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് പരലോകത്തെ സംബന്ധിച്ച് നല്ല ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ വൃത്തികേടിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഗ്ഫിറത്താണ്, പാപമോചനമാണ്, അതോടൊപ്പം തന്നെ നല്ല അന്തസ്സോടുകൂടെയുള്ള ശുദ്ധമായ നല്ല ഭക്ഷണമാണ്. എന്നാലോ വല്ലദീന സഅഉ ഫീ ആയാതിനാ മുഅജിസീന ഉലൈക അസ്ഹാബുൽ ജഹീം. വല്ലദീന സഅഉ, യസ്അ എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കലാണ്. നമ്മൾ സഈ എന്ന് പറയാറുണ്ടല്ലോ, ഓട്ടം അല്ലേ? സഈ, സഫ മർവക്കിടയിലുള്ള സഈനെ സംബന്ധിച്ച് പറയാറുണ്ട്. വല്ലദീന സഅഉ, ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നവൻ. എന്തിലെ? ഫി ആയാത്തിന മുആജിസീന, ഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, ആയത്തുകളിൽ, മുആജിസീന, മുആജിസീൻ എന്നാൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആയത്തുകളെ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്നവർ, അവർ എന്താണ്? ഉലൈക, അവർ തന്നെയാണ് അസ്ഹാബുൽ ജഹീം, കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകൾ അവരാണ്. 2 വാക്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നദീറാണ് ഞാൻ, നിങ്ങൾ പറയുന്നതനുസരിച്ച് ശിക്ഷ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല, ഞാൻ കാര്യം പറയാം. എന്താ അദ്ദേഹം പറയുന്ന കാര്യം? ഒന്നിതാണ്, ഫല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. ഏറ്റവും നല്ല രൂപത്തിൽ സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഗ്ഫിറത്ത്, പാപമോചനമുണ്ട്, അതോടൊപ്പം തന്നെ അന്തസ്സുള്ള വിഭവങ്ങളും കൊടുക്കും. രണ്ടാമത് അദ്ദേഹം പറയുന്നതാണ് വല്ലദീന സഅഉ ഫീ ആയാത്തിന മുആജിസീന. മുആജിസീൻ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. മുആജിസീന ഫീ ആയാത്തിന മുആജിസീന, നമ്മുടെ ആയത്തുകളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ. ഇസ്ലാമിൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങനെയാണ്, അത് മറ്റതാണ്, അത് തീവ്രവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മെനക്കെടുന്ന ആൾക്കാർ പല രൂപത്തിലുള്ള മെനക്കെടല. അവർ മീഡിയ ഉപയോഗിച്ചിട്ട് മെനക്കെടും, അവരുടെ നാവും അവരുടെ പേനയൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക.
അവരുടെ പണം അതിനു വേണ്ടിയിട്ട് ചിലവാക്കുക. നമ്മുടെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇടിച്ച് താഴ്ത്തുക, അതിനെ കരിവാരി തേക്കുക. അതിനൊക്കെ വേണ്ടി വല്ലദീന സഅഉ ഫീ ആയാതിന മുഅജിസീൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവരാണ് നരകത്തീയുടെ അല്ലെങ്കിൽ നരകാഗ്നിയുടെ ആളുകൾ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഒന്ന് സന്തോഷ വാർത്തയാണ്, രണ്ടാമത്തത് വലിയ താക്കീതാണ്. ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്ന് അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 51 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മക്കയിലെ മുശ്രിക്കുകളാണ് ഈ അവതരിക്കുന്ന സമയത്ത് മുമ്പിലുള്ളത്. എക്കാലത്തും എല്ലാവർക്കും പറ്റൂ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആളുകൾ അല്ലേ ഈ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് അതിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഈ മുൻഗാമികളുടെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുന്നില്ലേ? നിങ്ങൾ അവരുടെ ചരിത്രം കേൾക്കുന്നില്ലേ? പല രൂപത്തിലാവാം. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനെ ചിന്തിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ അത് കേട്ട് മനസ്സിലാക്കാൻ കാതുകളുടെ കുറേ പാഠങ്ങൾ പഠിക്കാൻ. പക്ഷേ നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. എന്നുവെച്ചാൽ കേൾക്കാത്ത പ്രശ്നമോ കാണാത്ത പ്രശ്നമൊന്നും അല്ല. നിങ്ങൾ ആ നാട്ടു പോയി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്നറിയോ? ഒന്നും ഇവിടെ കയറിയിട്ടില്ല. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിച്ചിരിക്കുന്നത് എന്നാണ്. അത് ഖുർആൻ പല സ്ഥലങ്ങളിൽ ഹൃദയത്തിൻ്റെ പൂട്ടിനെ സംബന്ധിച്ചും അന്ധതയെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൾക്കല്ല ഇവർക്ക് അന്ധത ബാധിച്ചത്, ഇവർക്ക് അകക്കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചത് എന്നർത്ഥം. അതിനുശേഷം പറഞ്ഞത്, നിങ്ങളെന്താ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് ശിക്ഷ കൊണ്ടുപോകാൻ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ നടപ്പാക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ വേഗം നിങ്ങൾ പറയണല്ലോ, നിങ്ങളുടെ അടുത്തുള്ള സെക്കൻഡും മണിക്കൂറും അല്ല പടച്ചറബിൻ്റെ അടുത്തുള്ളത്. അള്ളാഹു എങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തിന് തുല്യമാണ് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് വല്ലാതെ തിരക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒന്നും ശിക്ഷ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല. ഞാൻ ചെയ്യുന്നത് ഒരു വിവരം നിങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അതാണ് എൻ്റെ പണി. എന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും, അവർക്ക് പാപമോചനമുണ്ട്. അല്ല, ഇതിനെ പരാജയപ്പെടുത്താൻ, ഖുർആനെയും മുസ്ലിങ്ങളെയും ആയത്തുകളെയും ഒക്കെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് കടുത്ത നരകശിക്ഷ വിളിച്ചു വരുത്തുന്ന കാര്യമാണ് എന്നുള്ള താക്കീതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, റിസ്ഖുൻ കരീമും മഗ്ഫിറത്തും ലഭിക്കുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകാഗ്നിയിൽ നിന്ന് പടച്ചറബ് നമ്മെ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. ഇതിനുവേണ്ടി പല രൂപത്തിൽ സാമ്പത്തികമായും ശാരീരികമായും വൈജ്ഞാനികമായും സാങ്കേതികമായും ഒക്കെ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളുടെയും പ്രയത്നങ്ങൾ നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടവരുണ്ട്. പലതരത്തിൽപ്പെട്ട അസുഖങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസം നൽകണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്കെല്ലാം നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഈ ദീനിൻ്റെ ഇസ്സത്തിന് കളങ്കം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, നീ നൽകിയ സമ്പത്ത് അത് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുടക്കണമേ നാഥ. ഹറാമുകൾ ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. മാരകമായ അസുഖങ്ങളിൽ ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിലും നീ തിരിച്ചു വിളിച്ച ആളുകൾ, എത്രയോ ആളുകൾ നിന്നിലേക്ക് യാത്രയായവരുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും അവരോടൊപ്പം നിൻ്റെ അടുത്ത് യാത്രയായിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. അവരുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവരുടെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും
കുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരുടെ എല്ലാ നന്മകൾക്കും വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, ലോകത്ത് ഉരുണ്ടുകൂടുന്ന യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഈ ലോകത്ത് സത്യവും നീതിയും വാഴുന്ന, അതിന് മേധാവിത്വം ലഭിക്കുന്ന ഒരു ലോകക്രമത്തെ നീ സ്ഥാപിക്കണമേ നാഥ. അല്ലാഹുവേ, അനീതിയുടെയും അധർമ്മത്തിൻ്റെയും മേധാവിത്വത്തിൽ നിന്ന് ലോകത്തെ നീ മോചിപ്പിക്കണമേ നാഥ. അല്ലാഹുവേ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അതിക്രൂരമായ പീഡനങ്ങളാണ് നിരന്തരമായി ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചറബേ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവർ നടത്തുന്ന പോരാട്ടത്തിന് വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവർക്ക് നീ സ്ഥൈര്യം നൽകണമേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ, അഴിമതിയുടെയും വംശീയതയുടെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. റബ്ബന ലലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തുഖ്ഹിർ ഖുലൂബനാ മിനൻ നിഫാഖ് വഅഅമാലനാ മിനർ റിയാ وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.